പറഞ്ഞു കേട്ട ഒരു കഥ പറയാം. ടീന സുന്ദരിയായ ഒരു കൊച്ചുമിടുക്കിയായിരുന്നു. പക്ഷെ അവൾക്ക് ഏറ്റവും പ്രിയം കൂട്ടുകാരോട് പരദൂഷണം പറയുന്നതിലായിരുന്നു. രാവിലെ സ്കൂളിൽ എത്തുന്നത് മുതൽ വൈകുന്നേരം മടങ്ങും വരെ അവൾ കൂട്ടുകാരോട് മറ്റുള്ളവർ ചെയ്തു എന്ന് അവൾ ചിന്തിക്കുന്നതൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവളും കൂട്ടുകാരും പഠിത്തത്തിൽ കുറവും, എന്നാൽ മറ്റു കാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. കുട്ടികളിൽ വന്ന മാറ്റം മാതാപിതാക്കളെ അസ്വസ്ഥരാക്കി. അധ്യാപികയും അത് ശ്രദ്ധിച്ചു. നല്ല കാറ്റുള്ള ഒരു ദിവസം അധ്യാപിക ക്ലാസ്സിലെത്തിയത് തൂവലുകൾ നിറച്ച ഒരു സഞ്ചിയുമായിട്ടായിരുന്നു. അവർ ടീനയെയും സുഹൃത്തുക്കളെയും അരികിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പുറത്തുപോയി ഈ സഞ്ചിയിലുള്ള തൂവലുകൾ കാറ്റിൽ പറത്തിയിട്ട് വരിക. എന്തിനാ ടീച്ചർ? ടീനയ്ക്ക് സംശയമായി. ഞാൻ പറയുന്നത് ചെയ്യൂ. അധ്യാപിക അവരെ പറഞ്ഞു വിട്ടു. കാര്യം എന്തെന്ന് മനസ്സിലാകാതെ കുട്ടികൾ പുറത്തുപോയി അധ്യാപിക പറഞ്ഞതുപോലെ ചെയ്തു. കാറ്റ് തൂവലുകളെ നിമിഷ നേരം കൊണ്ട് വളരെ ദൂരേക്ക് പറത്തിക്കൊണ്ടുപോയി. മടങ്ങി വന്ന കുട്ടികളോട് അധ്യാപിക പറഞ്ഞു, ഇനി നിങ്ങൾ പുറത്തുപോയി എല്ലാ തൂവലുകളും തിരികെ കൊണ്ടുവരൂ. മറക്കരുത്, അതിൽ 100 തൂവലുകളുണ്ടായിരുന്നു. അതെങ്ങനെ സാധിക്കും ടീച്ചർ? തൂവലുകളെ കാറ്റ് ദൂരേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഞങ്ങൾ എങ്ങനെ വിചാരിച്ചാലും അവയെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. കുട്ടികൾ നിസ്സഹായരായി പരസ്പരം നോക്കി. അധ്യാപിക കുറച്ചുനേരം നിശബ്ദയായി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്ന വാക്കുകളും. ഒരിക്കൽ പറഞ്ഞ വാക്കുകളെ തിരിച്ചെടുക്കുക അസാധ്യമാണ്. അത് വളരെ വേഗം സഞ്ചരിച്ച് പലർക്കും വലിയ വിഷമങ്ങൾക്ക് കാരണമാകും. ഇന്നു മുതൽ ആ ശീലം നിങ്ങൾ ഉപേക്ഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സംഭവം ടീനയുടെയും കൂട്ടുകാരുടെയും സ്വഭാവത്തെ സമൂലം മാറ്റിയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഓർക്കുക, വാക്കുകളുടെ ശക്തി അപാരമാണ്. നിർദോഷമെന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന പല സംഭാഷണങ്ങളും മറ്റു ചിലരുടെ ജീവിതം അപ്പാടെ നശിപ്പിച്ചേക്കാം. കേട്ടിട്ടില്ലേ, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനാവില്ല. രണ്ടുമുണ്ടാക്കുന്ന മുറിവുകൾ വളരെ ആഴമുള്ളതാണ്. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചുപയോഗിക്കുക.